നമസ്കാരമുണ്ട്. ഞാനിപ്പം മൗക്കൂട് കാവിലത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിന്, ഒരു പൊതുപ്പണി വീഡിയോ. അപ്പോൾ നമ്മൾ പന്തിടുന്ന ഒരു വീഡിയോ ഇട്ടിന്, മുളക് കൊത്തിക്കൊണ്ടുവന്നും അപ്പോൾ ഇനി പന്തിടുന്ന ഇപ്പം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഓല ഇടുന്നുണ്ട്, അതിൻ്റെ പണിയെല്ലാം എടുക്കാനുണ്ട്. അപ്പോൾ ഒന്ന് നമുക്കതിനെ കണ്ടു നോക്കാം. നമുക്ക് ഇപ്പം അമ്പലത്തിലേക്ക് എല്ലാവരും എത്തി. ഇപ്പം പണി തുടങ്ങുമ്പോൾ ഓലയിടാൻ വേണ്ടി അടുത്ത പണി. ഇപ്പം ഇവിടെ കുറച്ച് ഇല അടിക്കുന്നുണ്ട്, ചാണകം കുടഞ്ഞെടുത്ത് ഇല വീണിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം അടിക്കുന്നുണ്ട്. ജാനേട്ടിയും അവിടെ മത്സരമായിട്ട് അടിക്കുന്നു. ജാനേട്ടി നിങ്ങൾ രണ്ടാളേലും മത്സരട്ടി അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓലയിടേണ്ട പണിയാണ്. ഒരു 4-5 ഓല എടുക്കാം മനു, ഒരു 4-5 ഓല എടുക്കുക. ബിനു ഏത് സൈഡിൽ നിന്ന് വീടാ? മുകളിലേക്ക് വരും. അങ്ങനെ ഇങ്ങോട്ട് വരണം. അത് ആർന്ന് വെച്ച് വരുമ്പോൾ തന്നെ കറക്റ്റാവും. അല്ല ഇങ്ങനെ അടുത്തോല ഇങ്ങനെ വെക്കുമ്പോ അങ്ങനെ വരണം. അങ്ങനെ അല്ല നിങ്ങൾ അടിയിലെ ഉന്തിക്കാറ്റണ്ടേ? അല്ല ഉന്തിക്കാറ്റ ഓടി വെക്കുന്ന വെട്ടുമ്പോ അമ്മ സാറിന് ഓല വെട്ടിപ്പോലെ അങ്ങനെ രാവട്ടെ ഉണ്ട് ഓല എടുത്തേ. നോക്കട്ടെ, ഫസ്റ്റ് ഓല വെക്കുന്നത് രാവട്ടനാണ്. ചെറിയ കെട്ട ഇല്ലെങ്കിൽ പറഞ്ഞെങ്കിലോ? ഇപ്പൊ നമ്മ ഓല വെക്കാൻ തുടങ്ങി. പോട്ടാ എന്തെല്ലാം ഓല വെക്കാൻ തുടങ്ങി. ഒരു ഭാഗത്തിനെ കെട്ടാൻ തുടങ്ങി. ഈ ഓല ഇതിന്റെ മേലേക്ക് വെച്ച് കൊടുത്തിട്ട് അടി നമുക്ക് കറക്റ്റ് മുറിക്കാൻ പറ്റില്ല. അല്ല ഇതിന്റെ മേലെ വെച്ച് കൊടുത്താലേ ഈ മടലിൽ ശരിക്കും നീ വെക്ക്. ഞാൻ പറയുന്നത് അതിന്റെ മേലെ നോക്കും. മേലത്തെ തിരിച്ചു വെക്കാല്ലേ? ആ ഇതിന്റെ മേലെ തിരിച്ചു വെക്കാം. എല്ലാരും ഇവിടെ തിരക്കൂട്ടുന്നിട്ട് ഗംഭീരം തന്നെ. എന്നാ ഓലയുടെ വാട്ടി കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ എങ്ങനെയായിട്ടുണ്ട്? അല്ലാതെ അടുത്ത ഓല അപ്പുറത്ത് വെക്കുമ്പോ ഇത് കൂടെ നീ വെക്കല. ഒരു ഭാഗത്ത് ഓല കെട്ടിക്കഴിഞ്ഞു. ഇനി കെട്ടേണ്ട മറുഭാഗത്താണ്. 12 മണി ശേഷം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടെ ഇടാണ് നമുക്ക്. ഇത് ഇട്ട് കഴിഞ്ഞാൽ പൂർത്തിയായി. നമുക്ക് 10 മണിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നല്ലേ? ഇന്ന് ഭക്ഷണം 10 മണിക്കുന്ന ഭക്ഷണം ആക്കുന്നു.
എന്നാ റവയാണല്ലേ? കഴിഞ്ഞ ആഴ്ച നമുക്ക് കഞ്ഞിയാക്കി. ഇന്നൊരു വെറൈറ്റി. ഓല എല്ലാം പോയതാ? ഓല പോയാലും മടിഞ്ഞു കൂട്ടുന്നല്ലേ? ഇപ്പം ഇതെന്ത് കറിക്കാണ് ആക്കുന്നത്? ഉപ്മാവാക്കാണ്. ആ ഇത് ഓലഘട്ടം മണ്ടിലാക്കുന്നത്. പന്ത്രണ്ട് മണി ശേഷം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടെ ഇടാണ് നമുക്ക്. ഇത് ഇട്ട് കഴിഞ്ഞാൽ പൂർത്തിയായി. അങ്ങനെ അവിടെ കഴുകുന്നുണ്ടോ? ആ സംക്രമമായുണ്ട്. ആ ഇന്ന് വൃത്തിയാക്കാൻ വെച്ചാലോ? വൈകുന്നേരം വിളക്കുണ്ട്. ദീപാകാരം എല്ലാവരും ഉണ്ടാവും വൈകുന്നേരം. ഉണ്ടെങ്കിൽ വേണമെങ്കിൽ എല്ലാവരും ഉണ്ട്. സജീവമായിട്ടുണ്ടാവും. ഇപ്പോൾ സജീവമായിട്ട് എല്ലാവരും പണിയെടുക്കുന്നുണ്ട്. ഉണ്ട്. അമ്പലെടുക്കുന്നുണ്ട്. ചോറ് പരിപാടിയാണ് അല്ലേ? ഭക്ഷണം ആക്കുന്നുണ്ട്. അവസാനമായിട്ട പണി അല്ലേ? ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് പണി അല്ലേ? ഇതാവട്ടാ വിളക്ക് ക്ലിയറാക്കുന്നല്ലേ? എല്ലാം വൃത്തിയാക്കണം. ഇന്നത്തെ ഭക്ഷണം നമുക്ക് ഉപ്മാവാണ്. കൊടുക്ക്. ഉപ്മാവിന് കൂട്ടായിട്ട് പഴമുണ്ട്. ചെറുപഴം. ഉപ്മാവിന് കൂട്ടാൻ വേണ്ടി. നമ്മളിത്തെ ഭക്ഷണം ഉപ്പാൻ പഴമാണ്. കഴിഞ്ഞാൽ കഞ്ഞിയും പിന്നെ പക്ഷേ ഇന്ന് ഓല കിട്ടാന്ന് പണി. അതുകൊണ്ട് കനത്തില്ല ഭക്ഷണം. ചായയെല്ലാം കുടിച്ചു കഴിഞ്ഞു. അടുത്ത പണി കുറച്ചും കൂടെ ഓല കെട്ടാണ്ട്. അപ്പോൾ അതും കൂടെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പണി പൂർത്തിയാവും. അമ്പലത്തിൻ്റെ പന്തൽപ്പണി ഏകദേശം തീർന്നു. ഇനി കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ പണിയെല്ലാം പൂർത്തിയായി. ഈ ഭാഗത്ത് കുറച്ചും കൂടെ ഇടാണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പണി പൂർത്തിയായി. അമ്പലത്തിൻ്റെ പന്തൽപ്പണി ഏകദേശം നിർത്തി വെച്ചു. ഇനി കുറച്ചും കൂടെ കെട്ടാണ്ട് ഓലയിടാണ്ട്. അപ്പോൾ ഇന്ന് സംക്രമമായതുകൊണ്ട് പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് വൃത്തിയാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.